ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം. ഇന്ന് ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. ആരോഗ്യത്തെപ്പറ്റി ഓർമ്മപ്പെടുത്താൻ ഒരു ദിവസം. ആരോഗ്യകരമായി ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റി അറിയിക്കുവാൻ വേണ്ടിയാണിത്. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തെ പറ്റിയുള്ള പൊതുവായ ചില കാര്യങ്ങൾ പറയാം. അതിനു മുമ്പ് എന്തുകൊണ്ട് ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നു? നിങ്ങൾ എല്ലാവരും ലോക ആരോഗ്യ സംഘടനയെ പറ്റി കേട്ടിട്ടുണ്ടാവും. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO. 1948 ഏപ്രിൽ 7 ലോക ആരോഗ്യ സംഘടന നിലവിൽ വന്നത്. 1950 മുതൽ ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നു. ഈ വർഷത്തെ ലോക ആരോഗ്യ ദിനത്തിന്റെ തീം അഥവാ ആശയം എന്ന് പറയുന്നത് ഹെൽത്തി ബിഗിനിങ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. പ്രതീക്ഷയുള്ള ഭാവിക്കായി ആരോഗ്യകരമായ തുടക്കം. ഇന്നലെ ബ്രാഹ്മമുഹൂർത്തത്തെ പറ്റി ചെയ്ത വീഡിയോ ഇതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ആരോഗ്യത്തെ പറ്റി WHO നിർവചിക്കുന്നത് ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്, നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോർമിറ്റി. അതായത് ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള പരിപൂർണമായ സൗഖ്യമാണ് ആരോഗ്യം, അല്ലാതെ രോഗമില്ലായ്മയോ മറ്റു ബലഹീനതകളില്ലായ്മയോ അല്ല. ആയുർവേദത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സ്വസ്ഥസ്യ സ്വാസ്ഥ്യരക്ഷണം ആതുരസ്യ വികാര പ്രശമനം. അതായത് ആരോഗ്യവാന്റെ ആരോഗ്യം സംരക്ഷിക്കുക, രോഗവാന്റെ രോഗം ചികിത്സിക്കുക. ആരോഗ്യ സംരക്ഷണത്തിനായി ദിനചര്യ, ഋതുചര്യ തുടങ്ങിയ ചിട്ടവശങ്ങളും ആഹാരവിധി വിധാനങ്ങളും രസായന ചികിത്സ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ആയുർവേദം അനുശാസിക്കുന്നുണ്ട്. ആയുർവേദം ആരോഗ്യത്തെ നിർണയിക്കുന്നത് ഇങ്ങനെയാണ്: സമദോഷ സമാഗ്നിശ്ച സമധാതു മലക്രിയ പ്രസന്നാഗ്നേന്ദ്രിയ മനഃ സ്വസ്ഥ ഇത്യഭിധീയതി. സ്വസ്ഥൻ എന്ന് വെച്ചാൽ പൂർണ്ണമായ ആരോഗ്യവാൻ. സമദോഷം അതായത് ത്രിദോഷങ്ങളായ വാതപിത്ത കഫങ്ങൾ അതിന്റെ സ്വകർമ്മങ്ങൾ നിർവഹിക്കുന്നു. അഗ്നി അഗ്നി എന്നത് വളരെ വിശാലമായ ഒരു കൺസെപ്റ്റ് ആണ് ആയുർവേദത്തിൽ. എങ്കിലും ചുരുക്കി നമുക്കതിനെ നമ്മളുടെ ദഹന വ്യവസ്ഥയും ഉപാപചയ വ്യവസ്ഥയുമായി താരതമ്യം ചെയ്യാം. സമധാതു സപ്തധാതുക്കളായ രസരക്ത മാംസമേധോ അസ്ഥിമജ്ജ ശുക്രധാതുക്കൾ അതിന്റെ സ്വകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. മലക്രിയ ത്രിമലങ്ങളായ മലമൂത്ര സ്വേദങ്ങൾ യഥാവിധി ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നു. അതോടൊപ്പം പ്രസന്ന ആത്മീയ ഇന്ദ്രിയ മനഃ, ആത്മാവും ഇന്ദ്രിയവും മനസ്സും അതിന്റെ പ്രസന്ന അവസ്ഥയിൽ നിൽക്കുന്നു. ഇതിനെയാണ് പരിപൂർണമായ സൗഖ്യമായിട്ട് ആയുർവേദം നിർദ്ദേശിക്കുന്നത്. സ്പിരിച്വൽ ഹെൽത്തിനെ പറ്റി ഈ അടുത്ത കാലത്തായി വളരെയധികം ചർച്ചകൾ നടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യ ദിനത്തിൽ ആരോഗ്യമുള്ളൊരു ഭാവിക്കായി നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ചിട്ടയോടുകൂടിയ ജീവിതം ആരോഗ്യകരമായ സന്തോഷപ്രദമായ ഒരു ഭാവിയുടെ അടിത്തറയാണ്. ആയുർവേദോപദേശേഷു വിധേയ പരമാധര. നന്ദി, നമസ്കാരം.